primary referral point should be nature, as every event originates from her. ആർജിച്ചു വെച്ചിട്ടുള്ള വിശ്വാസപ്രകാരമുള്ള ശരിതെറ്റുകളാണ് എന്ത് സംഭവത്തെയും അനുമാനിക്കുന്നതിന്റെ പ്രാഥമിക പരാമർശ ബിന്ദു. എന്നാൽ പ്രകൃതിയാണ് ഏതൊരു സംഭവത്തിന്റെയും പ്രാഥമിക ഉറവിടം എന്നതിനാൽ യഥാർത്ഥത്തിൽ പരാമർശ ബിന്ദു ആകേണ്ടത് അവൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയാണ്. ഈ ആശയം അവതരിപ്പിച്ചത് വർഗീസ് മാത്യു ആണ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഏത് കാര്യത്തെ വിശകലനം ചെയ്യുമ്പോഴും എന്തിനെ നമ്മൾ അറിയുമ്പോഴും ഒക്കെ അതിനെ വിശകലനം ചെയ്യാൻ നമ്മളൊരു പ്രാഥമികമായിട്ടുള്ള പരാമർശ ബിന്ദു അഥവാ റെഫറൽ പോയിന്റ് വെക്കാറുണ്ട്. എന്നുവെച്ചാൽ ഒന്നിനെ പരാമർശിച്ചുകൊണ്ടാണ് മറ്റൊന്നിനെ മനസ്സിലാക്കുന്നത്. പ്രോസസ് ഓഫ് കോഗ്നീഷൻ അല്ലെങ്കിൽ അറിയൽ എന്നുള്ള പ്രക്രിയ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കൊരു കാര്യത്തെ അറിയാം എങ്കിൽ ആ അറിയുന്നതിനെ വെച്ചുകൊണ്ടാണ് അറിയാത്തതിനെ റിലേറ്റ് ചെയ്ത് അപേക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രൈമറി റെഫറൽ പോയിന്റ് അഥവാ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക കേന്ദ്രം, പരാമർശ ബിന്ദു നമുക്ക് ആവശ്യമാണ്. അപ്പോ പ്രാഥമികമായിട്ടുള്ള പരാമർശ ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ എന്തിനേയും മനസ്സിലാക്കുന്നത് എന്നുള്ളപ്പോ ഈ പ്രാഥമികമായിട്ടുള്ള പരാമർശ ബിന്ദു എന്താണ് എന്നത് ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളുണ്ടല്ലോ, നമ്മൾ പലതിനെ കുറിച്ചും വിശ്വസിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിശ്വസിച്ചു വെച്ചുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ആർജിച്ചു വെച്ച കാര്യങ്ങള്, ജീവിതം കൊണ്ട് മനസ്സിലാക്കി വെച്ച കുറെ കാര്യങ്ങൾ, ശരി തെറ്റ് ഇങ്ങനെയുള്ള വിവേചിച്ചു വെച്ച കാര്യങ്ങൾ, ധർമ്മബോധ്യങ്ങള്, ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വെച്ചത് അല്ലെങ്കിൽ അനുഭവിച്ചത് വെച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ചേർത്തിട്ട് നമ്മളൊരു വിശ്വാസ വ്യവസ്ഥ അതല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ധാരണാവബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ധാരണാവബോധത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ഈ വിശ്വാസം നിലനിൽക്കുന്നത്. അതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ എന്തിനേയും പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടു പേർ ഒരു കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ രണ്ട് രീതിയാകുന്നു. കാരണം രണ്ടുപേരുടെ വിശ്വാസ വ്യവസ്ഥ വ്യത്യസ്തമാണ്. രണ്ടിനും ഒരു ഏകീകൃത ഭാവം വരണം എന്നുണ്ടെങ്കിൽ രണ്ടിനും ഒരു പൊതു പരാമർശ ബിന്ദുവിന് ആധാരമാക്കേണ്ടതുണ്ട്. രണ്ട് വിശകലനത്തിലും അല്ലെങ്കിൽ എത്ര വിശകലനങ്ങൾ ഉണ്ടോ അവയിലെല്ലാം ഒരു പൊതു പരാമർശ ബിന്ദു ഉണ്ടാകേണ്ടതുണ്ട്. ഈ പൊതു പരാമർശ ബിന്ദു എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ അതൊരിക്കലും സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല. അത് പ്രകൃതി ഇതിനെ എങ്ങനെയാണ്, ഇതിന്റെ പ്രാഥമിക ഉറവിടം എന്താണ്, എന്ത് സംഭവം ഉണ്ടാകുന്നു, പ്രപഞ്ചത്തിൽ എന്ത് സംഭവം ഉണ്ടാകുന്നു, പ്രകൃതിയിൽ എന്ത് സംഭവം ഉണ്ടാകും, ജീവിത വ്യവസ്ഥയിൽ, ജീവിതധാരയിൽ എന്ത് സംഭവം ഉണ്ടാകുന്നു, ഇതെല്ലാം തുടങ്ങുന്നത്, അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകർഷണ ലയമായതിൽ നിന്നാണ് ഇതെല്ലാം ഉരുവാകുന്നത്. ആ ഉരുവാകുന്ന ആ ഉറവിടമുണ്ടല്ലോ, ആ ഉറവിടത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ എന്തും ബോധ്യപ്പെടേണ്ടത്. ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഭക്ഷണം നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറയുന്നതിന് മുമ്പ് മനുഷ്യന്റെ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം എന്നുള്ളത് എന്താണ്, മനുഷ്യന്റെ ഭക്ഷണം എന്താണ്, ഈ പ്രദേശത്തെ ആളിന്റെ ഒരു വ്യക്തിയുടെ ഭക്ഷണം എന്താണ്, ഭക്ഷണം എന്ത് പ്രവർത്തനമാണ് ഉള്ളിൽ കാഴ്ചവെക്കുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഭക്ഷണത്തിന്റെ ഉറവിടം, ഭക്ഷണം എന്നുള്ള ആശയത്തിന്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കുക. ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഘടകങ്ങളെ ചുറ്റുപാടിൽ നിന്നും സ്വീകരിക്കുക എന്നത് ഉണ്ടാകുന്നതിനു മുമ്പേ ഒരു പ്രദേശത്തെ ഉയർന്നു വരുന്ന ജൈവ സമ്പത്തിനെ ക്രമീകരിക്കുക എന്ന ഒരു ധർമ്മം കൂടെ അതിൽ ലീനമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ആഹാരം എന്ന് പറയുന്നത്, ഹരിക്കുക എന്ന് പറയുന്നത്. ഹരിക്കുന്നതാണ് ആഹാരം. അങ്ങനെ ആഹരിക്കുന്നതായ ആഹാരത്തെ നമ്മൾ ഭക്ഷണമാക്കി മാറ്റി നമ്മുടെ ശരീരത്തിന്റെ
ഭാഗമാക്കി, ചയാപചയത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഏതൊരു വ്യവസ്ഥയും അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നതിനെ സ്വീകരിച്ച് ഒരു ഫ്ലോ പാറ്റേണിലൂടെ അല്ലെങ്കിൽ ഒഴുക്കായ പ്രവാഹത്തിലൂടെ നമ്മളിലൂടെ കടത്തിവിട്ടുകൊണ്ട് നമ്മളും ആ പരിസരവും തമ്മിലുള്ള ഏകതാനതയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല എന്നത് അതാണ് അതിന്റെ ഭക്ഷണത്തിന്റെ ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അപ്പൊ പിന്നെ പ്രകൃതി എന്നുള്ളതാണ് അതിന്റെ ഉറവിടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ ഇവിടെ ഈ ഭക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ശരിയായ ഭക്ഷണം, തെറ്റായ ഭക്ഷണം, മോശമായ ഭക്ഷണം, വിഷകരമായ ഭക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് ഇതിന്റെ പ്രൈമറി റെഫറൽ പോയിന്റ് എന്താണ്? എന്റെ വീട്ടിൽ ഞങ്ങൾ കാലങ്ങളായിട്ട് കഴിച്ചു വരുന്ന ഭക്ഷണം എന്നുള്ളതാണോ, അതോ ഭക്ഷണം എന്നുള്ളത് തന്നെയാണോ? ഭക്ഷണം എന്നുള്ളത് തന്നെയാണെങ്കിൽ പ്രകൃതി അതിനെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത് എന്നതിനെ തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അതേസമയം ഞാൻ ശീലിച്ചു വെച്ചത്, എനിക്ക് മനസ്സിലായത്, എന്റെ വീട്ടിൽ കാലങ്ങളായിട്ടുള്ളതിൽ ഞാൻ കണ്ടുവളർന്നത് എന്നതാണ് കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. ഒരു തലശ്ശേരിക്കാരനെ സംബന്ധിച്ചോളം, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്, തലശ്ശേരിക്കാരനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി ബിരിയാണി ആണെങ്കിൽ, ഒരു തമിഴ്നാട്ടുകാരനെ സംബന്ധിച്ചുള്ള തൈര് സാധമാണെങ്കിൽ, ഞാൻ ജീവിതകാലം മുഴുവൻ തൈര് സാധം ഉണ്ടാക്കുന്നത് കണ്ടു, അതുകൊണ്ട് അല്ലെങ്കിൽ പൊങ്കൽ ഉണ്ടാക്കുന്നത് കണ്ടു, ഇതാണ് പൊങ്കലാണ് എന്റെ ഭക്ഷണം, അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് എന്റെ ഭക്ഷണം എന്ന് നിരൂപിച്ചാൽ, അത് കഴിച്ചാലേ ജീവിതമാകൂ എന്ന് അവർ വിചാരിച്ചാല് പിന്നെ അത് തന്നെയാണ് കാര്യം. അപ്പോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു, നമ്മൾ എവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങുന്നു, എന്ത് കാര്യങ്ങളെ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ അതിന്റെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടും ഉണ്ടാവുക. അപ്പൊ ഏത് കാര്യത്തെ ബോധ്യപ്പെടുകയാണെങ്കിലും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ആധാരമാക്കിയിട്ടാണ് ചിന്തിച്ചു തുടങ്ങുന്നത് എന്നത് നമ്മൾ അംഗീകരിക്കുക. പക്ഷെ അതിന്റെ ശരിയായ രൂപം കിട്ടണമെങ്കിൽ, ഒരു വിശകലനത്തിന്റെ ശരിയായ അർത്ഥം, ശരിയായ വ്യാപ്തി, ശരിയായ വ്യാകരണം കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ ഉറവിടം ആയ പ്രകൃതി എന്നതിനെ പ്രാഥമിക പരാമർശ ബിന്ദുവായി സങ്കല്പിക്കേണ്ടതുണ്ട്. അവിടെ നിന്നും നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് അത് സമ്പൂർണമാകുക, ശരിയാകുക. അവിടെയും സമീപനത്തിലുള്ള വീക്ഷണം കൊണ്ട് ഒരേ കാര്യത്തിന് വ്യത്യസ്ത രൂപത്തിൽ കാണാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മറക്കരുത്. ശാസ്ത്രം പലപ്പോഴും വഴിമാറിപ്പോകുന്നത്, ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ദിശ മാറിപ്പോകുന്നത് ഈ പരാമർശ ബിന്ദുവിന്റെ മാത്രം പ്രശ്നമല്ല, നിരീക്ഷണ സങ്കേതത്തിന്റെ ഒക്കെ സ്വാധീനമുള്ളത് കൊണ്ടാണ്. അതോടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ പ്രൈമറി റെഫറൽ പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത് ഈ പ്രകൃതിയെയാണ്, അതായത് എല്ലാത്തിന്റെ ഉറവിടമായ പ്രകൃതിയാണ് എന്നാണ് വർഗീസേട്ടൻ അന്ന് സൂചിപ്പിച്ചത്. അപ്പൊ ഈ ഒരു ആശയം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. നമ്മളുടെ സമീപനത്തില്, നമ്മൾ സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുന്ന കാര്യത്തില്, ഇവിടെ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന കാര്യത്തില് നമ്മുടെ പ്രൈമറി റെഫറൽ പോയിന്റ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്, അല്ലാതെ ഓരോരുത്തരും കണ്ടെത്തി വെച്ചിട്ടുള്ള വിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങളോ ശാസ്ത്രവിശ്വാസങ്ങളോ അല്ല. അത് പ്രകൃതി എന്ന് പറയുന്ന സമ്പൂർണ്ണ സാകല്യ രൂപമാണ് എന്നത് ബോധ്യപ്പെടുക. ആ ബോധ്യത്തോടു കൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.